നമ്മളെല്ലാവരും തന്നെ ഒരുവിധം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയെങ്കിൽ ട്രെയിനിലെ PNR സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാവട്ടെ ഇന്നത്തെ വീഡിയോ. PNR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചർ നെയിം റെക്കോർഡാണ്. അതൊരു 10 ഡിജിറ്റ് യൂണീക്ക് നമ്പറാണ്, 10 അക്ക സംഖ്യയാണ്. അതിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് എവിടെ നിന്ന് യാത്ര തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, ഏത് ബർത്താണ് അല്ലെങ്കിൽ ഏത് ട്രെയിനാണ്, അതുപോലെ സീറ്റ് നമ്പർ ഏതാണ്, നമ്മുടെ പേരെന്താ, യാത്ര ചെയ്യുന്ന ആളുടെ പ്രായം എത്രയാണ്, ജെൻഡർ ഏതാണ്, ഈ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ PNR നമ്പർ ഇങ്ങനെ ഇവിടെ കാണാം. അതേപോലെ നമുക്ക് വരുന്ന മെസ്സേജ് ഉണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മെസ്സേജിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇലക്ട്രോണിക് റിസർവേഷൻ സ്ലിപ്പ്, ഓൺലൈൻ ടിക്കറ്റിൽ നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ PNR നമ്പർ കാണാൻ പറ്റും. ഇനി ഇന്നത്തെ വീഡിയോ നോക്കുന്നത് എങ്ങനെ നമുക്ക് PNRൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 2 രീതിയാണുള്ളത്. ഒന്ന് വെബ്സൈറ്റിൽ പോയി നോക്കാം, 2 മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നോക്കാൻ പറ്റും. വെബ്സൈറ്റിൽ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോമിൽ പോയിട്ട് അല്ലെങ്കിൽ ബ്രൗസർ ഏതെങ്കിലും പോയിട്ട് ട്രെയിൻ PNR സ്റ്റാറ്റസ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. അത് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ PNR നമ്പർ എൻട്രി ചെയ്യാനുള്ള ഒരു ബോക്സ് വരും. അവിടെ PNR നമ്പർ എൻട്രി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ക്യാപ്ച അത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് കിട്ടും. നമ്മൾ അടിച്ച PNR നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കിട്ടും ഇവിടെ. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ആപ്പ് വഴിയാണ്. അപ്പോൾ പ്ലേ സ്റ്റോർ പോലെ ഉള്ളതിൽ പോയിട്ട് നമ്മൾ വെർ ഇസ് മൈ ട്രെയിൻ ആപ്പ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ താഴെ, ഈ പേജിൻ്റെ താഴെ ഇവിടെ ഒരു PNR എന്ന് പറഞ്ഞിട്ടൊരു ലെൻസ് അടുത്തുള്ള ഒരു ഐക്കൺ കാണും. അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് PNR നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് വരും. ഇതിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ PNRൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. എല്ലാവർക്കും ഇതൊരു നല്ല അറിവായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.